അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ജമ്മു കാശ്മീർ രൂപതയുടെ പിതാവായിരുന്ന ദിവംഗതനായ ഹിപ്പോളിറ്റസ് പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഒരിക്കൽ ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഇതാണ്: കുടുംബത്തിൽ അപ്പനും അമ്മയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടാകാറില്ലേ? ഉണ്ടാകാറില്ലേ? ഇവരെല്ലാവരും നീതിമാന്മാരും വിശുദ്ധരും ആയതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വർഗ സമാനമായ സന്തോഷമാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലോ ഇതൊക്കെയോ? അച്ഛനെ തെറ്റിപ്പോയതായിരിക്കും. ഞങ്ങളിവിടെ IMS-ൽ ഇരുന്ന് വചനം ശ്രവിച്ച് വചനത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന വ്യക്തികളാ. നോ നോ നോ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ലേ? അപ്പൊ ഇങ്ങനെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്പനും അമ്മയും ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എങ്ങനെയായാലും ഈ സൗന്ദര്യപ്പിണക്കം എങ്ങനെയാണ് രമ്യതയിൽ പരിഹരിക്കുന്നതെന്ന് വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇനി അത് നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൽ പരിശീലിക്കാവുന്ന, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ ഉണ്ടാവും എവിടെയാലോ. അപ്പം അത് നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പരിശീലിക്കാവുന്ന ഒരു മാതൃകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇങ്ങനെ ചിലപ്പോൾ അമ്മച്ചി അപ്പച്ചനും തമ്മിൽ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടായി മിണ്ടാതിരിക്കും ദിവസം മുഴുവനും. പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിനപ്പുറത്തോട്ട് നീണ്ടു പോകരുതെന്ന് പറയുന്നുണ്ട്. അസ്തമിക്കുന്നതുകൊണ്ട് അവിടെ വെച്ച് നിർത്തണമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ചെറിയ കാര്യത്തിനായിരിക്കും. ഒരു കപ്പ് ചായ കൊടുത്തില്ലെന്നായിരിക്കാം, ചിലപ്പോൾ ചായക്ക് മധുരം കിട്ടിയില്ലെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വന്നപ്പോൾ അവൾ എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ലെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങേരെ എനിക്കൊരു സാരി മേടിച്ചു തന്നോ എന്ന് ചോദിച്ചായിരിക്കാം. എങ്ങനെയായാലും ശരി, പല രീതിയിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല മേഖലകളിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിതാവ് പറയുന്നത് ഇതാണ്: വീട്ടിൽ അമ്മയും അപ്പനും ഒക്കെ സൗന്ദര്യപ്പിണക്കമൊക്കെ ആയിട്ട് പിണങ്ങി മിണ്ടാതൊക്കെ ഇരിക്കുമ്പോഴത്തേനും അവിടെ അപ്പനാട്ടോ ഇത് പരിഹരിക്കാനായിട്ട് ഏറ്റവും ആദ്യം മുൻകൈ എടുക്കുക. ഏറ്റവും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അപ്പച്ചൻ ഏറ്റവും ഇളയ കുഞ്ഞ് സ്തുതി കൊടുക്കുമ്പം കരങ്ങളൊക്കെ ചുംബിച്ച് സ്തുതി കൊടുത്ത് കഴിയുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ മൂർധാവിൽ ഒരു ചുംബനം കൊടുത്തിട്ട് ഇത് അമ്മച്ചിക്ക് കൊടുത്തേച്ചു വാ, ഇത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരിക. പിതാവ് പറയുകയാണ് സാധാരണയുള്ള പ്രശ്നങ്ങളൊക്കെ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അവിടം കൊണ്ട് തീരും എന്ന്. നീതിമാനായ ഔസേപ്പ് ദൈവഹിതത്തിന് കാതുകൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് കാതുകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മളൊക്കെ വ്യതിചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ സഭാപിതാക്കന്മാർ വിളിക്കുന്നത് എന്താണ് പേര്?
ഗാർഹിക അമ്മച്ചി വളരെ ആക്റ്റീവാണ്. അമ്മച്ചി അതുകൊണ്ട് പറഞ്ഞ ഗാർഹിക കുടുംബം, ഗാർഹിക സഭ എന്നാണ് കുടുംബത്തെ വിശേഷിപ്പിക്കുക. ഗാർഹിക സഭയായ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിന് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അത് സഭയുടെ തകർച്ചയാണ്. ഇന്ന് എല്ലാവർക്കും സമയമില്ലാത്ത അവസരങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ വെട്ടിക്കുറച്ച് കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും സമയമില്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ധനമുണ്ടായിരിക്കാം, പക്ഷേ സമാധാനം ഇല്ല. പണ്ട് ദാരിദ്ര്യമായിരുന്നിരിക്കാം, പക്ഷേ കുടുംബ സമാധാനം ഉണ്ടായിരുന്നു. പണ്ട് ചെറിയ കുടിലുകളായിരുന്നപ്പോൾ അവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. ഇന്ന് വലിയ മണിമാളികകളും മണിമന്ദിരങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അവിടെ സമാധാനത്തോടെയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കുക. നീതിമാനായ ഔസേപ്പ് തൻ്റെ തീരുമാനങ്ങളെയൊക്കെ മാറ്റിവെച്ച് മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ഔസേപ്പ് ദൈവദർശനത്തിൽ ദൈവദൂതൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അതിനെ മാറ്റിവെച്ച് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവഹിതം കണ്ടെത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ കുടുംബത്തിൻ്റെ അൾത്താരയാണ് നമ്മൾ ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വിശ്വാസ ജീവിതത്തിൽ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് പകർന്നു കൊടുക്കാവുന്ന ഏറ്റവും വലിയ മാതൃകയാണ് പ്രാർത്ഥനയുടേത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ലിഡ ജേക്കബ് വർഷങ്ങൾക്ക് മുമ്പ് സത്യദീപത്തിൽ എഴുതിയ ഏതാനും കാര്യങ്ങൾ എഴുതിയതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കാണിച്ചു തന്ന ആ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃക അതേ അളവിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലകളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കടന്നു വന്നു കഴിഞ്ഞാൽ പണ്ട് കൊച്ചുമക്കളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചി ഇവൻ്റെ ഒരു ഒച്ചപ്പാട് ബഹളം കാണാൻ ഇന്ന് എനിക്കാണേലും ഒന്ന് കൊന്ത ചെല്ലാൻ സാധിച്ചില്ലെന്നാണ് പറയണമെങ്കിൽ ഇന്ന് അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ വഴക്കുണ്ടാക്കുന്ന ഇങ്ങനെ. ഞങ്ങൾ ആ ചന്ദനമഴ കാണാനായിട്ട് റിമോട്ട് എടുക്കാനായിട്ട് ചെന്നപ്പം അവൻ ആ റിമോട്ടും വെച്ചുകൊണ്ട് കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? കൊച്ചു TV. പിന്നെ എന്നൊക്കെയാ ഉള്ളത്? വേറെ ഉണ്ട്, കുറേ സീരിയലല്ലേ ഉണ്ടല്ലോ. എന്തോ ചന്ദനമഴ. അപ്പം വീട്ടിൽ ഇന്ന് വഴക്കുണ്ടാക്കുന്നത്, നേരത്തെ കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ചെല്ലുന്ന കാര്യത്തിലാണെങ്കിൽ ഇന്ന് മക്കൾ റിമോട്ടിന് വേണ്ടിയിട്ടാണ്. നേരത്തെ അമ്മച്ചിമാരൊക്കെ പറയും എൻ്റെ നല്ലൊരു കൊന്തയായിരുന്നു, ആ കൊച്ചെടുത്തുകൊണ്ട് പോയി അത് പൊട്ടിച്ച് കളഞ്ഞു എന്ന് പറയും. ആ റിമോട്ട് അവൻ എവിടെയാണ് വെച്ചേക്കണേന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇന്ന് ചന്ദനമഴ ഞാൻ എങ്ങനെ കാണും എൻ്റെ കർത്താവേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കളയരുത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോൾ ഈ മാതാപിതാക്കളൊക്കെ എത്ര മനോഹരമായിട്ട് വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നറിയാമോ? സാധാരണയായിട്ട് വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരൊക്കെ ഇന്ന് വീട്ടിലൊന്നും ഇല്ല, എല്ലാം വളരെ ന്യൂക്ലിയർ ഫാമിലീസായിട്ട് കുടുംബങ്ങളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും കുഞ്ഞു മക്കളെ വളരെ മനോഹരമായിട്ട് ടേക്ക് കെയർ ചെയ്യും, അവരെ മനോഹരമായിട്ട് വിശ്വാസ ജീവിതത്തിൽ പരിശീലിപ്പിക്കുക. അപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും സമയമില്ലെങ്കിൽ പോലും ഈ കുഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കാം. ഞാൻ ഇന്ന് പെൻസിലുമായിട്ട് പോയപ്പോഴത്തേനും അവൻ ആ പെൻസിൽ കുറുമ്പിച്ച് ഒടിച്ചു കളഞ്ഞു എന്നുള്ള ഇങ്ങനെ ചെറിയ പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് ഈ വല്യപ്പച്ചനും വല്യമ്മച്ചിമാരൊക്കെ ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളുടെ മൂർധാവിലൊരു ചുംബനമൊക്കെ കൊടുത്തു, മോനെ പേടിക്കണ്ട, ഈശോയ്ക്കെല്ലാം അറിയാം
എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഗാർഹിക സഭയാകുന്ന കുടുംബത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റും മൊബൈലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റിൽ പല കോളുകൾ, പക്ഷേ നമുക്ക് ദൈവവുമായിട്ട് ഒരു വയർലെസ് കണക്ഷൻ, നമുക്ക് ആരെ വേണേലും വിളിക്കാം. ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് അപേക്ഷ കൊടുക്കണം. തമ്പുരാൻ ഏതെങ്കിലും അപേക്ഷ കൊടുക്കണോ? നിങ്ങൾ വിളിച്ചാൽ അവിടെ ഇരുന്ന് കേൾക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വചന കൂടാരത്തിലിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. ദൈവഹിതത്തിന് സ്വരം ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അന്വേഷിച്ച് എല്ലാ മേഖലകളിലും പോകും. പക്ഷേ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കാനായിട്ട് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക വളരെ നിസാരമായ ഒരു പ്രശ്നമല്ല. ഭൂമിയിൽ നമ്മൾ തിരുക്കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ തിരുക്കുടുംബം കടന്നു പോകാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ദാരിദ്ര്യമുണ്ട്, അസ്വസ്ഥതയുണ്ട്, സംശയമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഒന്ന് തലചായ്ക്കാൻ പോലും ഇടമില്ലാത്ത സത്രങ്ങളുടെ മുമ്പിലെല്ലാം, വാതിലുകളുടെ മുമ്പിൽ മുട്ടിയപ്പോൾ കതകുകൾ തുറക്കാത്ത അവസരങ്ങളിൽ യൗസേപ്പ് പിതാവ് ആരോടും പരിഭവം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യൗസേപ്പ് പിതാവിൻ്റെ വളരെ മനോഹരമായ മറ്റൊരു സവിശേഷതയാണ് മൗനം പാലിക്കുന്നവൻ. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒരു മൗനിയായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ദൈവം കൊടുത്ത ദർശനങ്ങൾക്ക് അതിനോട് പ്രതികരിച്ചത്, അതിനോട് വിധേയപ്പെട്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകണതിനുള്ള കാരണം മൗനം പാലിക്കാൻ സാധിക്കാത്തതല്ലേ? ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുടുംബം ഇമ്പമായി മാറേണ്ട പല കുടുംബങ്ങളും കൂടുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മൗനം പാലിക്കാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം തന്നെ ഇതാണ്. ജീവിതത്തിലൊന്നും മിണ്ടാതിരിക്കുക. ചില സമയങ്ങളിൽ ഒത്തിരിയേറെ ബഹളം ഉണ്ടായിട്ട് വരുമ്പോഴത്തേനും ഒന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളത്. അതെങ്ങനെയാ? അവിടെ 1 പറയും, ഇവിടെ 2 പറയും, ഇവിടെ 2 പറയും, അവിടെ 4 പറയും, അവിടെ 10 പറയും, ഇവിടെ 20 പറയും. ഇങ്ങനെ നീണ്ടുപോകുന്ന കുടുംബ പ്രാരാബ്ധങ്ങളുടെ മുമ്പിൽ ഈ വിശുദ്ധൻ വളരെ വിനയപൂർവ്വം നമ്മെ ഓർമ്മിപ്പിക്കുക. മക്കളെ, മൗനം പാലിക്കുക. മൗനം പാലിക്കുവാൻ നിങ്ങൾ പഠിക്കുക. അകാരണമായി കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെ മക്കൾ പരീക്ഷയിൽ തോറ്റുപോയി കഴിഞ്ഞാൽ അപ്പം പറയും അവളുടെ കുഴപ്പമാണ്, ഞാൻ കഷ്ടപ്പെട്ട് പോയി ജോലി ചെയ്യാൻ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അവളെല്ലാം നോക്കണ്ട, നോക്കിയില്ല. അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം, ഇത് അങ്ങേരുടെ സ്വഭാവം തന്നെയാ. പരസ്പരം പഴിചാരുന്നത്. അല്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മച്ചി ആദ്യം ഇരുന്ന് പറയും, എൻ്റെ മോൻ തന്നെയാ അവൻ. ആരുടെ മോനാ? അപ്പച്ചനവിടെ ഇരുന്ന് പറയും, അതെങ്ങനെയാ പറയണ, അവൻ എൻ്റെ മോനാ, എൻ്റെ ഗുണവും കാണിച്ചു. അപ്പൊ ഇപ്പുറത്തിരുന്ന അപ്പൊ ഉടനെ അമ്മച്ചിക്ക് അത് തേച്ചില്ല. അമ്മച്ചി പറയാം, ഇന്നാളും കാണിച്ചായിരുന്നു. ഇവിടെയല്ലേ ഈ നീതിമാനായ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കാര്യമാണ്. മക്കളെ, അല്പം മൗനം പാലിക്കാൻ പഠിക്കുക. അത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മൗനം പാലിക്കാനായിട്ട് പഠിപ്പിക്കണം. ഇന്ന് ഈ മൗനത്തിൻ്റെ മേഖലകൾ, നിശബ്ദതയുടെ മേഖലകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഫുൾ ടൈം മൊബൈലിലായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ ടൈം പാട്ട് കേട്ടുകൊണ്ട് ഒരു നിശബ്ദതയുടെ തലം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നിശബ്ദതയുണ്ടെങ്കിലേ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനും ദൈവ തിരുമുമ്പിൽ അല്പസമയം ഇരിക്കുവാനും അതിന് ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ഇന്ന് പലപ്പോഴും മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെയാണ് അഭയം തേടുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ പോയിരിക്കാനായിട്ട് പരിശീലിപ്പിക്കാത്തതിൻ്റെ ഒരു അഭാവമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണോ വേണ്ടയോ? വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ വിശുദ്ധൻ മൗനിയായി നിന്നുകൊണ്ട് അതിനോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചപ്പോൾ നസ്രത്തിലെ കുടുംബം ഒത്തിരി പ്രശ്നവും പ്രതിസന്ധി ഉണ്ടായിരുന്ന കുടുംബം, പക്ഷെ ആ കുടുംബം എന്തായി? തിരുക്കുടുംബമായി മാറി. നിങ്ങളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി മാറണമെങ്കിൽ വിശുദ്ധ യൗസേ പിതാവ് കാണിച്ചു തരുന്ന മാതൃകകൾ ജീവിതത്തിൽ അഭ്യസിപ്പിക്കാനായിട്ട് പഠിക്കുക, അത് ജീവിതത്തിൽ അഭ്യസിക്കുക, അത് മക്കളെ അഭ്യസിപ്പിക്കാനായിട്ട് പഠിക്കുക. അങ്ങനെ ഒരു പരിശീലനം നൽകുന്ന മേഖലകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറും. പ്രശ്നവും പ്രതിസന്ധി ഇല്ലാത്ത ഒരു കുടുംബവും ഭൂമിയിലില്ല. ഈശോ മിശിഹ ജനിച്ചു വീണത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും നിറഞ്ഞ ഒരു കുടുംബത്തിലായിരുന്നു. ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ജനിച്ചത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള കുടുംബത്തിലായിരുന്നെങ്കിൽ മക്കളെ അതിന് പ്രശ്ന പരിഹാരം നൽകുന്നവനാണ് അവൻ എന്ന വലിയ സത്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളോട് പറയുന്ന ദൈവം മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു, ദൈവപുത്രൻ. എങ്കിലും മോനെ, മാതാപിതാക്കൾക്ക് നിങ്ങളും വിധേയപ്പെട്ട് ജീവിക്കണം എന്ന വലിയ സത്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ ഈശോയുടെ വളർത്തു പിതാവായിട്ട് വിശുദ്ധ യൗസേ പിതാവ് ഈശോയെ, മോനെ, നീ എൻ്റെ മകനല്ല, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന വലിയ സത്യം മകന് പറഞ്ഞു കൊടുത്തെങ്കിൽ, മക്കളെ, നിങ്ങളെ വളർത്താനായിട്ട് തമ്പുരാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്, ആ ഒരു ബോധ്യത്തോടു കൂടി, നിങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് പഠിക്കണം. അതിന് വലിയൊരു പരിശീലനം ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായിട്ട് മാറും. വിശുദ്ധ യൗസേ പിതാവ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ, നീതിമാനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ചൂഴ്ന്നു നിൽക്കുന്ന വലിയ ഒരു കുടുംബ ദർശനമുണ്ട്. തിരുക്കുടുംബത്തെ, ഭൂമിയിലെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാനായിട്ട് വിശുദ്ധ യൗസേ പിതാവ് കാണിച്ചു തരുന്ന ഒരു കുടുംബ ദർശനമുണ്ട്. ആ ദർശനം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ ആ ദർശനം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടാകും. ഇത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിന് മാത്രമല്ല, മക്കൾക്കും സ്വീകരിക്കാവുന്ന വലിയ ഒരു കുടുംബ ദർശനമാണ്. എന്താണ്? യൗസേ പിതാവിന്റെ കുടുംബ ദർശനം ഇതായിരുന്നു: ഞാൻ മൂലം ഈ ഭൂമിയിൽ ആരുടെയും കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴരുത്. ഒരു നീതിമാന്റെ മോട്ടോയായിട്ട് തീരണ്ട, നീതിമാന്റെ ആപ്തവാക്യമായി തീരേണ്ട കാര്യം ഇതാണ്: ഞാൻ മൂലം ഈ ഭൂമിയിൽ ആരുടെയും കണ്ണുനീര് വീഴരുത്. തിരുവചനത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ അവളുടെ അപമാനത്തില്, മറിയത്തിന്റെ അപമാനത്തില് ഭാഗഭാക്കാകുവാനായിട്ട് തീരുമാനിക്കുന്ന വിശുദ്ധ യൗസേപ്പ് കാണിച്ചു തരുന്ന വലിയ കുടുംബ ദർശനം ഇതാണ്: ഞാൻ മൂലം ഈ ഭൂമിയിൽ ഒരു തുള്ളി കണ്ണുനീര് വീഴരുത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് മറിയത്തെ അപമാനിതയാക്കാനായിട്ട് ആഗ്രഹിക്കാതിരുന്നത് യഹൂദ സംസ്കാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. മോശയുടെ നിയമങ്ങൾ പാലിക്കുന്ന യഹൂദരുടെ സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു കന്യക വിവാഹത്തിന് മുമ്പേ ഗർഭവതിയായി കാണപ്പെട്ടാൽ അവളെ എന്ത് ചെയ്യണം? അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന മോശയുടെ നിയമം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മറിയത്തെ അപമാനിതയാക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത വിശുദ്ധ യൗസേപ്പ്
വെറുതെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നല്ല. ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് അവളുടെ ശരീരം കാണുവാൻ സാധിക്കാത്ത വിധത്തില് കല്ലുകളാൽ ആവൃതമായ ഒരു കൽക്കൂമ്പാരമായിട്ട് അവളുടെ ജീവൻ അവസാനിക്കുന്നത് വരെ അവളെ കല്ലെറിയണം. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന മോശയുടെ നിയമം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ യോസേപ്പ് കാണിച്ചു തരുന്ന കുടുംബ ദർശനം, ഞാൻ മൂലം ഈ ഭൂമിയിൽ ആരുടെയും ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത്. ശരിയല്ലേ? ഈ ഒരു കുടുംബ ദർശനം ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു കുടുംബ ദർശനം, ഈ ഒരു ജീവിത ദർശനം സ്വീകരിക്കുകയും ഈ ജീവിത ദർശനത്തിന് അനുരൂപമായിട്ട് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നീതിമാന്മാരാകും. അർഹിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ജീവിത ദർശനം ഇതായിരിക്കണം, ഞാൻ മൂലം ഈ ഭൂമിയിൽ ഒരു തുള്ളി കണ്ണുനീര് ആരുടെയും വീഴുവാൻ ഇടയാകരുത് എന്ന വലിയ കുടുംബ ദർശനത്തിന് ഉടമകളാകുവാനായിട്ട് ഈ വചന കൂടാരത്തിലിരുന്ന് നമുക്ക് തീരുമാനമെടുക്കാം. മക്കള് തീരുമാനിക്കണം, ഞാൻ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം, എൻ്റെ വാക്കുകൾ മൂലം, എൻ്റെ നോട്ടം മൂലം എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത്. മാതാപിതാക്കള് തീരുമാനമെടുക്കണം, ഞാൻ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം. അത് മക്കളെ വളർത്തുന്ന മേഖലയിലാകാം, അവർക്ക് തനിക്ക് പൈതൃകമായി കിട്ടിയ സ്വത്ത് വീതിച്ചു കൊടുക്കുന്ന മേഖലയിലാകാം. ഞാൻ മൂലം എൻ്റെ മക്കളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുവാൻ ഇടയാകരുത്. ഭാര്യ ചിന്തിക്കണം, തീരുമാനമെടുക്കണം, ദൈവം എനിക്ക് സമ്മാനമായി തന്ന ഈ ജീവിത പങ്കാളി, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുവാൻ ഞാൻ മൂലം കാരണമാകുകയില്ല. അദ്ദേഹത്തിന് കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, പക്ഷേ ദൈവം എനിക്ക് നൽകിയ സമ്മാനമാണ് എന്ന ബോധ്യത്തിൽ ഭർത്താക്കന്മാരെ തീരുമാനിക്കണം. എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവളാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന അവൾക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ടാകാം. എങ്കില് അവളെ ഞാൻ മൂലം, എൻ്റെ വാക്ക് മൂലം, എൻ്റെ പ്രവൃത്തി മൂലം അവളുടെ ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുവാനായിട്ട് ഞാൻ ഇടവരുത്തുകയില്ല എന്ന തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ തീരുമാനമാണ് നിങ്ങൾ തീരുമാനിച്ച് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ ധ്യാനമൊക്കെ വിജയിച്ചു. വചനം ജീവിക്കുന്നവരാകുകയാണ് നിങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നവരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇത് ജീവിതത്തിൽ ഒരു സമ്മാനമായിട്ട് ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ചിന്തിക്കുക. നിങ്ങളുടെ വിവാഹ അവസരത്തിൽ അന്ന് ഫ്രാൻസിസ് പിതാവ് ആയിരിക്കില്ലല്ലോ, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായോ ബെനഡിക്ട് മാർപ്പാപ്പായോ പോൾ ആറാം മാർപ്പാപ്പായോ ആരായാലും ശരി, നിങ്ങളുടെ വിവാഹ അവസരത്തിൽ ഈ പരിശുദ്ധ പിതാവ് വരികയും വിവാഹത്തിൻ്റെ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു ജപമാല തരികയും ചെയ്താൽ എത്രയോ വലിയ നിധിയായിട്ടായിരിക്കും നിങ്ങളതിനെ സൂക്ഷിക്കുക, അല്ലേ? 50 വർഷമായാലും ശരി, ജൂബിലി ആഘോഷിക്കുന്ന അവസരമായാലും ശരി, മക്കളെയും കൊച്ചുമക്കളെയും, ഞങ്ങളുടെ കല്യാണത്തിന് പരിശുദ്ധ പിതാവ് അന്ന് വന്നായിരുന്നു, അന്ന് തന്ന ജപമാലയാ കണ്ടോ? പ്രിയമുള്ളവരെ, തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളി ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ഗിഫ്റ്റാണ്, സമ്മാനമാണ്. മക്കള് സമ്മാനമാണ്.
ആ ഒരു ബോധ്യത്തോടുകൂടി കുടുംബജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറേയും കൂടി നീതിപൂർവം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. നീതിപൂർവം മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ട് സാധിക്കുക. ഇങ്ങനെയുള്ള ഒരു കുടുംബ ദർശനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം തീരുമാനമെടുക്കാം. ഈ വചന കൂടാരത്തിലിരുന്ന് വചനം ശ്രവിക്കുമ്പോൾ തമ്പുരാന്റെ വചനം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനുള്ള വലിയ തീരുമാനത്തോടു കൂടി നിങ്ങൾ വലത് കരം നിങ്ങളുടെ നെഞ്ചോട്, നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ കുടുംബത്തെ പറ്റി, കുടുംബം കഴിഞ്ഞിട്ടാണ് സഭയിലേക്കൊക്കെ വരിക. കാരണം അതുകൊണ്ടാണ് ഗാർഹിക സഭ എന്ന് കുടുംബത്തെ വിശേഷിപ്പിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കണ്ണുകളടച്ച്, നിങ്ങളിപ്പം നിങ്ങളുടെ അപ്പച്ചന്മാരാണ്, അമ്മച്ചിമാർ, ഭാര്യമാർ അടുത്തുണ്ട്, ഭാര്യമാരാണ്, ഭർത്താക്കന്മാർ അടുത്തുണ്ട്, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം ഈ നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ, അത് ചിലപ്പോൾ ഓടുമേഞ്ഞ വീടായിരിക്കാം, ചിലപ്പോൾ വാർക്കയായിരിക്കാം, 2 നില വീടായിരിക്കാം, ചിലപ്പോൾ വളരെ ചെറിയ വീടായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ആ ഭവനത്തിൻ്റെ നടുക്കുള്ള മധ്യത്തിലുള്ള ആ റൂമിൽ ആയിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും ദൈവം നിങ്ങൾക്ക് സ്നേഹിക്കുവാനായിട്ട് സമ്മാനിച്ച നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ മക്കള് അടുത്തുണ്ട്, വല്യപ്പന്മാരും വല്യമ്മച്ചിമാരുമുണ്ട്. ആ നടുക്കിരുന്നു കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ നിമിഷം നിങ്ങൾ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. വിശുദ്ധ യൗസേ പിതാവേ, ഒരു നീതിയുള്ള കുടുംബനാഥനാകുവാൻ, നീതിപൂർവം മക്കളോടും ഭർത്താവിനോടും പെരുമാറുന്ന ഒരു അമ്മയാകുവാൻ, ഒരു ഭാര്യയാകുവാൻ, ഒരു മരുമകളാകുവാൻ എൻ്റെ ഈശോ എനിക്ക് സാധിച്ചോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക. കൊച്ചുമക്കളൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ മാതാപിതാക്കളോട് സ്നേഹപൂർവം പെരുമാറുവാനായിട്ട്, അവരോട് നീതിയോട് സ്നേഹത്തോടുകൂടി പെരുമാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉള്ള വ്യക്തികളാണ്. നമ്മുടെ കുറ്റങ്ങളിലും കുറവുകളിലുമൊക്കെ നമ്മെ ശക്തനാക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. വചനത്തിലൂടെ പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. കർത്താവേ, അവിടുത്തെ കൃപ മാത്രം മതി. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റുവാനായിട്ട് അവിടുത്തെ കൃപ മാത്രം മതി എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിലവിളിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ വിളിക്കുക. ഈശോയെ, ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കുക. കുടുംബജീവിതത്തിൻ്റെ മേഖലകളിൽ സ്നേഹിക്കുവാൻ സാധിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ ദാഹത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഈ നിമിഷം വിളിച്ചപേക്ഷിക്കുക. ദൈവം നമ്മുടെ സ്വരം ശ്രവിക്കും.